ഹലോ ഗായ്സ്, എൻ്റെ ഒരു വൈകുന്നേരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബദ്രിക്കുട്ടിയുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. ആമിക്കുട്ടി പുറത്തേക്ക് ഇറങ്ങാനുള്ള തിരക്കിലാണ്. വൈകുന്നേരത്താണ് കേട്ടോ ആമീനെ കളിക്കാൻ പുറത്തേക്ക് ഇറക്കുക. അതുവരെ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കളി. അങ്ങനെ ആമിക്കുട്ടിയുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് പൂള് എവിടെ സെറ്റ് ചെയ്യാന്നുള്ള ആലോചനയിലാണ്. പൂള് മേടിച്ചതിന് ശേഷം എല്ലാ ദിവസവും വൈകുന്നേരം പൂളിലാണ് കളി. ചർച്ചകൾക്കൊടുവിൽ വീടിൻ്റെ പിന്നിൽ പൂള് വെക്കാമെന്ന് തീരുമാനമായി. അങ്ങനെ പൂള് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ബാക്കിലേക്ക് വിട്ടു. ഈ ഒരു ഭാഗത്താണ് കേട്ടോ പൂള് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ പൂളിൽ വെള്ളമൊക്കെ നിറച്ച് സെറ്റാക്കി കൊടുത്തു. ഇവരെ നോക്കി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പണി ഇത് കഴിയില്ല. അതുകൊണ്ട് ഞാൻ ബദ്രിക്കുട്ടന് പാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഇന്ന് ബദ്രിക്കുട്ടനുള്ള സ്പെഷ്യൽ പഴം പുഴുങ്ങിയതാണ് കേട്ടോ. ബദ്രിക്കുട്ടന് പഴം പുഴുങ്ങിയതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ പനിയും ചുമയൊക്കെ ആയതിന് പിന്നെ അവൻ ശരിക്കും ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. അങ്ങനെ പഴമൊക്കെ പ്ലേറ്റിലാക്കിയിട്ട് ബദ്രിക്കുട്ടന് പാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് പോയി. കുറച്ചൊക്കെ കഴിച്ചു, പിന്നെ അവനെ വേണ്ട. ഈ പനി വന്നതിന് ശേഷമൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഭക്ഷണമൊന്നും ശരിക്കും കഴിക്കണില്ല. പിന്നെ കൈ തട്ടലായി, മാറ്റലായി, കരയിലായി. അങ്ങനെ ശ്രേയ അവനെ എടുത്തിട്ട് പോയി. എനിക്ക് കുറച്ച് തുണികൾ വിരിച്ചിടാണ്ടായിരുന്നു. അത് വിരിച്ചിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അതിലേ പോയിരുന്നൊരു ഇതിലേ വന്നിരിക്കണു. പിന്നെ മുറ്റടിച്ച് വരാനുണ്ടായിരുന്നു. അപ്പം മുറ്റടിച്ച് വാരി വൃത്തിയാക്കി. അത് കഴിഞ്ഞത് ഉമ്മറം തുടച്ചു. ഉമ്മറം തുടച്ച് കഴിയുമ്പോഴേക്കും പൂളിലത്തെ കളിയൊക്കെ കഴിഞ്ഞ് ആമിക്കുട്ടി മേല് കഴുകി സുന്ദരിയായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളക്കൊക്കെ കാട്ടി ആമിക്കുട്ടി നാമൊക്കെ ചൊല്ലി. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കുക. ഒരു 7 മണി ടൈമൊക്കെ ആവും കേട്ടോ ചായ കുടിക്കാൻ. ചായക്ക് ഇന്നത്തെ സ്പെഷ്യൽ ബ്രെഡ് റോസ്റ്റാണ് കേട്ടോ. അങ്ങനെ ബ്രെഡ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടറൊക്കെ തേച്ച് ബ്രെഡ് മുട്ടയിൽ മുക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴേക്കും ആമിക്കുട്ടി ചായക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി കേട്ടോ. പാല് ഒഴിച്ച് അതിൽ പഞ്ചസാരയൊക്കെ ഇട്ട് സെറ്റാക്കി ചായ റെഡിയായി. ബ്രെഡ് റോസ്റ്റും റെഡിയായി. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നു. അങ്ങനെ കുറച്ച് നാട്ടുവർത്താനങ്ങളൊക്കെ പറഞ്ഞ് ചായ കുടിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മിക്ക ദിവസത്തെയും വൈകുന്നേരങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.